മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. ദില്ലി റോസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി നാളെ 3 മാസം തികയാനിരിക്കെയാണ് ദില്ലി മുഖ്യമന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജാമ്യത്തുകയായി 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഇഡിയുടെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. നോബിൾ മാരിക്കാരുണ്ട് വിശദമായ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രിക്ക് ജാമ്യം നൽകിയിരിക്കുന്നു കോടതി. ഇഡിയുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ്. ഈ ജാമ്യം നൽകിക്കൊണ്ട് കോടതി എന്താണ് വ്യക്തമാക്കിയിരിക്കുന്നത്? സ്മൃതി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ദില്ലി റോസ് അവന്യൂ വെക്കേഷൻ ബെഞ്ച് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വെക്കേഷൻ ജഡ്ജ് ന്യായ് ബിന്ദുവാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ ബോണ്ടിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ഇഡി പല കാര്യങ്ങളും, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഹോട്ടൽ മുറിയോടൊപ്പം താമസിച്ചത് ഏറെക്കുറെ ഈ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും ജാമ്യം ഒരു കാരണവശാലും നൽകരുത്, ഈ കേസിന്റെ അന്വേഷണം അതിന് നിർണായക ഘട്ടത്തിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ദില്ലി കോടതി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നത്. കെജ്രിവാളിന് എന്താണെങ്കിലും വീണ്ടും കോടതി ജയിലിൽ നിന്ന് പുറത്തേക്കുള്ള വഴി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ അറസ്റ്റ് ചെയ്ത് 3 മാസത്തേക്ക് അടുക്കാൻ 1 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഇപ്പോൾ ഈ ജാമ്യം ഉണ്ടായിരിക്കുന്നത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഇടക്കാല ജാമ്യം സുപ്രീം കോടതിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ലഭിച്ചിരുന്നു. അതിനു പിന്നാലെ അദ്ദേഹം ജൂൺ 2-നാണ് വീണ്ടും ജയിലിൽ തിരിച്ചെത്തിയത്. ആ ഘട്ടത്തിൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് തനിക്ക് വീണ്ടും ജാമ്യം നീട്ടി നൽകണമെന്ന ആവശ്യം അടക്കം നൽകിയെങ്കിലും അത് പിന്നീട് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ആ വാദം സുപ്രീം കോടതി അടക്കം തള്ളുകയാണ് ചെയ്തത്. നേരിട്ട് അന്ന് വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം ഉൾപ്പെടെ നൽകി. ആണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ആശ്വാസമായിരിക്കും. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് ഇപ്പോൾ ഈ ജാമ്യത്തിലൂടെ വീണ്ടും തെളിഞ്ഞിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി എന്താണെങ്കിലും അഭിഭാഷകർ ഉയർത്തിയ വാദങ്ങൾ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ജാമ്യം നൽകിയത്. അതേസമയം ഇതിൽ ഇഡി തീർച്ചയായും ഈ ജാമ്യത്തെ എതിർക്കുന്നൊരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. പക്ഷേ ആ എതിർപ്പിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രിക്ക് മദ്യനയ അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സ്മൃതി, ശരി, അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണ്. ദില്ലി മുഖ്യമന്ത്രി. ഇഡിയുടെ വാദങ്ങൾ റോസ് അവന്യൂ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു.